കാസർഗോഡ് ബംബ്രാണ ആരിക്കാടി പുഴയോരത്തെ 21.69 ഹെക്ടർ കണ്ടൽ വനം കോയിപ്പാടി വില്ലേജിൽപ്പെടുന്ന 12 ഹെക്ടറിലും കാസർഗോഡ് വില്ലേജിലെ ചന്ദ്രഗിരി പുഴയോരത്ത് വ്യാപിച്ചു കിടക്കുന്ന 21 ഹെക്ടർ കണ്ടൽ വനങ്ങളുമാണ് വനം വകുപ്പ് റിസർവ് വനമാക്കിയത്. ഇവിടം പുഴയോരം കയ്യേറുകയോ കണ്ടലുകൾ നശിപ്പിക്കുകയോ ചെയ്താൽ 3 വർഷം തടവ് ലഭിക്കും. പുഴയോരത്തെ കണ്ടലുകൾക്കിടയിൽ മാലിന്യം തള്ളുന്നവർക്ക് റിസർവ് വനമാക്കിക്കൊണ്ടുള്ള പ്രഖ്യാപനം വലിയ തിരിച്ചടിയാകും. നമ്മുടെ തീരമേഖല ആകെ നശിപ്പിക്കുകയാണ് കുറേ കാലമായിട്ട്. അപ്പോൾ അതിനൊരു പരിഹാരമാകും ഈ കണ്ടൽ വനം, സംരക്ഷിത വനം എന്ന നിലയിലുള്ള സംരക്ഷണം ഏർപ്പെടുത്തുന്നത് വഴി എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. നേരത്തെ കണ്ണൂരിൽ 237 ഹെക്ടറിൽ കണ്ടൽ പ്രദേശം റിസർവ് വനമാക്കി പ്രഖ്യാപിച്ചിരുന്നു. ഇതിന് തൊട്ടു പിന്നാലെയാണ് കാസർഗോട്ടും പ്രഖ്യാപനം വന്നത്. പുഴയുടെ ജൈവസമ്പത്തിന് കരുത്തേകുന്നതാണ് വനം വകുപ്പിന്റെ നടപടികൾ. നിർമ്മാണ പ്രവൃത്തികൾ നടത്തിയാൽ ഉപകരണങ്ങൾ പിടിച്ചെടുക്കും. 1 വർഷം നീണ്ട കഠിനമായ ശ്രമത്തിലൂടെയാണ് വനം വകുപ്പ് പുഴയോരത്തെ ഹരിതാപമാക്കിയത്. പ്രവീൺ ധർമ്മശാലയോടൊപ്പം റിപ്പോർട്ടർ, കാസർഗോഡ്.